എല്ലാവർക്കും നമസ്കാരം. ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ലെയ്ത്ത്, ലൂബ്രിക്കൻസ് ആൻഡ് കൂളൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് രണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്: കൂളൻറ്റും ലൂബ്രിക്കൻസും. നമുക്ക് ലെയ്ത്തിൽ നമുക്കറിയാം, പ്രധാനമായിട്ട് മെഷീൻ്റെ കറങ്ങുന്ന യന്ത്രഭാഗങ്ങളിൽ ഇടയിൽ ഉപയോഗിക്കുന്നതാണ് ലൂബ്രിക്കൻസ്. എന്നാൽ ഇതിൻ്റെ കട്ടിംഗ് ടൂളിൻ്റെയും വർക്കിൻ്റെയും ഇടയിൽ ഉള്ള ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൂളൻറ്റ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കൂളൻറ്റിനെ കുറിച്ചാണ്. കൂളൻറ്റ് ഓർ കട്ടിംഗ് ഫ്ലൂയിഡ്, കൂളൻറ്റിൻ്റെ മറ്റൊരു പേരാണ് കട്ടിംഗ് ഫ്ലൂയിഡ്. കൂളൻസ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റെഡ്യൂസിങ് ദ വിയർ ഓഫ് കട്ടിംഗ് ടൂൾസ്. കട്ടിംഗ് ടൂളിൻ്റെ ചൂടും മുതലുള്ള തേയ്മാനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് കൂളൻറ്റ് വഹിക്കുന്നത്. കൂളൻസ് ആർ എസെൻഷ്യൽ ഇൻ മോസ്റ്റ് മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷൻ. പ്രധാനമായും മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് കൂളൻറ്റ്. ഡ്യൂറിങ് എ മെഷീനിങ് പ്രോസസ്, കൺസിഡറബിൾ ഹീറ്റ് ആൻഡ് ഫ്രിക്ഷൻ ആർ ക്രിയേറ്റഡ് by the plastic deformation of metal occurring in the shear zone when the chip slides along the chip tool interference. ഇപ്പോൾ മെഷീനിങ് ഓപ്പറേഷനിൽ നമ്മൾ സ്വാഭാവികമായിട്ട് മെറ്റലും ടൂളും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഹീറ്റ് ഉണ്ടാകുന്നു. ഇത് നമ്മൾ പ്രധാനമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂളൻസ് ഉപയോഗിക്കുന്നത്. ദിസ് ഹീറ്റ് ആൻഡ് ഫ്രിക്ഷൻ കോസ് ദ മെറ്റൽ to other into cutting edge of the tool and tool may break down. ഇപ്പോൾ ഇങ്ങനെ ചൂടുണ്ടാകുമ്പം ഈ മെറ്റൽ ചിപ്സൊക്കെ ടൂളുമായിട്ട് ടച്ച് ആവുകയും അപ്പോൾ അത് മൂലം ചൂട് മൂലം കട്ടിംഗ് ടൂൾ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ദ റിസൾട്ട് ഈസ് പുവർ ഫിനിഷ് ആൻഡ് ഇനക്യുറേറ്റ് വർക്ക്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ് കുറയുകയും അക്യുറസി ഇല്ലാത്ത വർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ദി അഡ്വാൻറ്റേജസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൂൾസ് ദ ടൂൾ ആൻഡ് ദി വർക്ക് പീസ്. ടൂളിനെയും വർക്ക് പീസിനെയും തണുപ്പിക്കുന്നു. ലൂബ്രിക്കേറ്റ്സ് ദ ചിപ്പ് ഓർ ടൂൾ ഇൻ്റർഫറൻസ് ആൻഡ് റെഡ്യൂസസ് ദ ടൂൾ വിയർ ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇത് ഫ്രിക്ഷൻ മൂലമുള്ള ചൂട് കുറയ്ക്കുന്നു. പ്രിവെൻസ് ചിപ്പ് വെൽഡിങ്, ചിപ്പ് ടൂളുമായിട്ട് ഒട്ടിപ്പിടിക്കുന്നത് തടയുന്നു. ഇംപ്രൂവ്സ് ദി സർഫസ് ഫിനിഷ് ഓഫ് ദ വർക്ക് പീസ്. അതുപോലെ വർക്ക് പീസിൻ്റെ സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യുന്നു. ഫ്ലഷസ് അവേ ദ ചിപ്സ്, നമുക്ക് കട്ടിങ് പോയിൻറ്റിൻ്റെ അടുത്ത് ചിപ്സ് അടിഞ്ഞു കുടിക്കുന്നത് തടയുന്നു, അവിടെ പുറത്തേക്ക് തെറിപ്പിച്ച് കളയുന്നു. ഫ്ലഷസ് അവേ ദ ചിപ്സ്. പ്രിവെൻസ് കൊറോഷൻ ഓഫ് ദ വർക്ക് ആൻഡ് ദി മെഷീൻ. ഇതിൽ തുരുമ്പ് ഉണ്ടാവുന്നത് തടയുന്നു വർക്ക് ബേസിൽ. അടുത്ത് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് കട്ടിംഗ് ഫ്ലൂയിഡ്. ഒരു നല്ല കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് ക്വാളിറ്റി, നല്ല ലൂബ്രിക്കേറ്റിംഗ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. റസ്റ്റ് റെസിസ്റ്റൻസ് തുരുമ്പ് പിടിക്കുന്നത് തടയാൻ കഴിയണം. സ്റ്റെബിലിറ്റി ബോത്ത് ഇൻ സ്റ്റോറേജ് ആൻഡ് യൂസ്. ഉപയോഗിക്കുമ്പോൾ സ്റ്റോർ ചെയ്യുമ്പോഴൊക്കെ അതിന് സ്ഥിരമായൊരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. റെസിസ്റ്റൻറ്റ് ടു സെപ്പറേഷൻ ഫ്രം സൊല്യൂഷൻ ആഫ്റ്റർ ഇറ്റ് ഈസ് മിക്സഡ് വിത്ത് വാട്ടർ. ഇത് വാട്ടറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊരു സൊല്യൂഷനായിട്ട് മാറണം. നമുക്കറിയാം, സാധാരണ ഉപയോഗിക്കുന്ന കട്ടിംഗ് ഫ്ലൂയിഡൊക്കെ ഒരു ഓയിൽ പോലെയാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഈ ഓയിലിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇത് പാല് പോലെയുള്ള ദ്രാവകമായിട്ട് മാറുന്നത്. ഇതാണ് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്പെറൻസി, ക്ലിയർ ആയിരിക്കണം. അത് റിലേറ്റീവ്ലി ലോ വിസ്കോസിറ്റി പൊതുവെ കുറവായിരിക്കണം, നല്ല കട്ടി കുറവായിരിക്കണം. നോൺ ഫ്ലെയിമബിലിറ്റി, ഒരു കാരണവശാലും തീ പിടിക്കരുത്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ട് ഒരു കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസാണ്. അടുത്ത മെയിൻ പർപ്പസസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. നമ്മൾ എന്തിനാണ് കട്ടിംഗ് ഫ്ലൂയിഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. ഒന്ന്, to cool the cutting tool and workpiece heat generated during cutting operation because of the friction between tool and workpiece. ടൂളും വർക്ക് പീസ് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ തടഞ്ഞുകൊണ്ട്, അവിടെ ഹീറ്റ് തടഞ്ഞുകൊണ്ട് അതിൻ്റെ
ലൈഫ് കൂട്ടുന്നു. ദ കൂൾ ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദി ടൂൾ ആൻഡ് പ്രിവെൻറ്റ് വിയർ ഓഫ് ദ ടൂൾ. ടൂളിൻ്റെ തേയ്മാനം കുറയ്ക്കുന്നു, അത് അതിന് തണുപ്പിച്ചുകൊണ്ട്. ടു പ്രിവെൻറ്റ് ദി ഫോർമേഷൻ ഓഫ് ചിപ്പ് വെല്ലിന് തടയുന്നു. ടു ഗീവ് ഗുഡ് കട്ടിംഗ് എഫിഷ്യൻസി ടൂളിന് നല്ലൊരു കട്ടിംഗ് എഫിഷ്യൻസി നൽകുന്നു. ടു ഗീവ് ഗുഡ് സർഫസ് ഫിനിഷ് ഓൺ ദ ജോബിന് കൂടുതൽ സർഫസ് ഫിനിഷിംഗ് നൽകുന്നു. ടു ആക്ട് ആസ് എ ലൂബ്രിക്കൻറ്റ് ഫോർ ദ ടൂൾ ആൻഡ് ദി മെഷീൻ. ടൂളിൻ്റെയും മെഷീനിൻ്റെയും നല്ല ലൂബ്രിക്കൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ വ്യത്യസ്ത തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സോലബിൾ മിനറൽ ഓയിൽസ്. ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത് സോലബിൾ മിനറൽ ഓയിൽസ്, സ്ട്രൈറ്റ് മിനറൽ ഓയിൽസ്, സ്ട്രൈറ്റ് ഫാറ്റി ഓയിൽസ്, കോമ്പൗണ്ടഡ് ഓർ ബ്ലെൻഡഡ് ഓയിൽസ്, സൾഫറൈസ്ഡ് ഓയിൽസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ തരങ്ങൾ. ഇനി ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സോലബിൾ മിനറൽ ഓയിൽ. ദേ ആർ മെയ്ഡ് ഫ്രം മിനറൽ ഓയിൽസ് ആൻഡ് എമൽസിഫൈ മെറ്റീരിയൽ ആഡഡ് ടു മേക്ക് മിക്സിംഗ് വിത്ത് വാട്ടർ. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് ഫ്ലൂയിഡാണ് സോലബിൾ മിനറൽ ഓയിൽ. ഇതൊരു മിനറൽ ഓയിലായിട്ടാണ് വരുന്നത്. ഈ ഓയിലിൽ വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷനാക്കി എടുക്കുന്നത്. സോലബിൾ ഓയിൽ ഈസ് ഡൈല്യൂട്ടഡ് വിത്ത് വാട്ടർ ടു ഫോം ആൻ എമൽഷൻ. ഈ സോലബിൾ ഓയിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു എമൽഷൻ ഉണ്ടാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദ വാട്ടർ കൂൾസ് വിൽസ് ദ ഓയിൽ ലൂബ്രിക്കേറ്റ്സ്. ഇതിൽ വാട്ടർ കണ്ടൻ്റ് ഉണ്ട്, അതുപോലെ ഓയിൽ കണ്ടൻ്റ് ഉണ്ട്. ഈ ഓയിലിൽ ലൂബ്രിക്കേഷനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിലുള്ള വാട്ടർ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡൈല്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. നമ്മൾ ഏത് ഓപ്പറേഷനാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കതിൻ്റെ റേഷ്യോ മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ വെള്ളവും ഓയിലും തമ്മിലുള്ള റേഷ്യോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ്, സ്ട്രൈറ്റ് മിനറൽ ഓയിൽസ്. അടുത്തത് പറയുന്നത് സ്ട്രൈറ്റ് മിനറൽ ഓയിൽസിനെ കുറിച്ചാണ്. ദേ ആർ പ്യുവർലി മിനറൽ ഓയിൽസ്. ഇത് ശുദ്ധമായ മിനറൽ ഓയിൽസ് തന്നെയാണ്. ഇതിൽ വേറെ വാട്ടറൊന്നും ആഡ് ചെയ്യുന്നില്ല. ലൈറ്റർ ഓയിൽസ് ആർ യൂസ്ഡ് വെൻ കൂളിംഗ് ലൂബ്രിക്കേഷൻ ആർ റിക്വയർഡ്. ഈ വളരെ ലൈറ്റായിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കുന്നത് ലൂബ്രിക്കൻസ് ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹെവിയർ ഓയിൽസ് ആർ യൂസ്ഡ് വെൻ ലൂബ്രിക്കേഷൻ മെയിൻലി എസെൻഷ്യൽ. അതുപോലെ ഹെവിയർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതും ലൂബ്രിക്കേഷൻ പ്രധാനമായി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു. ദേ ആർ യൂസ്ഡ് ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നു. ദേ പ്രൊട്ടക്റ്റ് ദി മെഷീൻ പാർട്സ് ആൻഡ് വർക്ക് പീസ് ഫ്രം റസ്റ്റിംഗ്. ഇത് മെഷീൻ പാർട്സിനും വർക്കിനും തുരുമ്പ് പിടിക്കുന്നത് തടയുന്നു. അടുത്ത ലാർഡ് ഓയിലാണ്. മൃഗക്കൊഴുപ്പൊക്കെ വരുന്ന ആണ് ലാർഡ് ഓയിൽ. ലാർഡ് ഓയിൽസ് ആർ യൂഷ്വലി ബ്ലെൻഡഡ് വിത്ത് മിനറൽ ഓയിൽസ് ടു പ്രിവെൻറ്റ് ഡിറ്റീരിയോഷൻ, റെഡ്യൂസ് കോസ്റ്റ്, ഡിസ്ട്രോയ് ഒബ്ജക്ഷണബിൾ ഓർഡർ. ഇപ്പോൾ സാധാരണ ഈ ലാർഡ് ഓയിൽ മിനറൽ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിലൊരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഫോർ മെഷീനിങ് അണ്ടർ എക്സ്ട്രീം കണ്ടീഷൻസ് ദേ ആർ ആൻ എക്സലൻറ്റ് ലൂബ്രിക്കൻറ്റ്. ചില പ്രത്യേക അവസരങ്ങളിൽ നല്ലൊരു ലൂബ്രിക്കൻസ് ആയിട്ടും വർക്ക് ചെയ്യുന്നു. അടുത്തത് സൾഫറൈസ്ഡ് ഓയിൽസ്. സൾഫർ കൂട്ടിയ ഓയിൽസാണ് സൾഫറൈസ്ഡ് ഓയിൽസ് പറയുന്നത്. ടു സ്യൂട്ട് എക്സ്ട്രീം കട്ടിംഗ് കണ്ടീഷൻസ് ഓഫ് മോഡേൺ ടൂൾസ് സൾഫറൈസ്ഡ് ഓയിൽസ് ഹാവ് ബീൻ ഡിവൈസ്ഡ്. ചില പ്രത്യേക കട്ടിംഗ് കണ്ടീഷന് വേണ്ടി നമ്മൾ സൾഫറൈസ്ഡ് ഓയിലും ഉപയോഗിക്കുന്നുണ്ട്. ദി അഡീഷൻ ഓഫ് സൾഫർ ഇംപ്രൂവ്സ് ദ പെർഫോമൻസ് ഓൺ ഡിഫിക്കൽട്ട് ഓപ്പറേഷൻസ്. ഈ സൾഫർ ആഡ് ചെയ്യുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. ഇറ്റ്സ് എ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി പ്രിവെൻറ്റ്സ് ദ വെൽഡിംഗ് ഓഫ് ചിപ്പ് ഓൺ ദ ടൂൾ. ഇതിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ചിപ്പ് വെൽഡിംഗ് തടയുന്നു. ചിപ്പുകൾ തമ്മിൽ കൂട്ടി വെൽഡ് ചെയ്യുന്ന പോലെ ഇട്ട് പിടിക്കുന്നത് തടയുന്നു. കൂളൻസ് പ്ലാൻ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ റെഡ്യൂസിങ് ദ വിയർ ഓഫ് കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂളിൻ്റെ തേയ്മാനം കുറയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് വഹിക്കുന്നുണ്ട്. ഇനി ഓരോ ഇതിനും ഉപയോഗിക്കേണ്ട കട്ടിംഗ് ഫ്ലൂയിഡ്സാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അലുമിനിയാണ് ഉപയോഗിക്കുന്നത്. അലുമിനിയം ആണെങ്കിൽ അതിന് ഡ്രില്ലിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സോലബിൾ ഓയിൽ, കെറോസിൻ ആൻഡ് ലാർഡ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. റീമിങ്ങിനാണെങ്കിലും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ത്രെഡിങ്ങിനാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് സോലബിൾ ഓയിൽ, കെറോസിൻ ആൻഡ് ലാർഡ് ഓയിൽ. ടേണിങ്ങിനാണെങ്കിൽ സോലബിൾ ഓയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മില്ലിങ്ങിനാണെങ്കിൽ ഡ്രൈ എയർ ഉപയോഗിക്കുന്നുണ്ട്. സോലബിൾ ഓയിൽ, ലാർഡ് ഓയിൽ, മിനറൽ ഓയിൽ, അങ്ങനെ ഓരോ മെറ്റലിനും വ്യത്യസ്ത തരത്തിലുള്ള ഉപയോഗിക്കുന്നുണ്ട്. അതിൽ
കാസ്റ്റ് അയൺ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ തന്നെയാണ്, ഡ്രൈ എയർ ആണ് ഉപയോഗിക്കുന്നത്. ഓരോ മെറ്റലിനും വ്യത്യസ്തം ഉപയോഗിക്കുന്നുണ്ട്. ഈ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കൂളൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കട്ടിങ് ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ ടൂളിൻ്റെയും അതുപോലെ വർക്ക് പീസിൻ്റെ ഇടയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൂളൻസ് ഉപയോഗിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ലൂബ്രിക്കേഷന് വേണ്ടി മാത്രമല്ല, പ്രധാനമായിട്ട് യൂസ് എന്ന് പറഞ്ഞാൽ കട്ടിങ് ടൂളിനെ കൂൾ ചെയ്യാന്നുള്ളതാണ് പ്രഥമമായ പരിഗണന. അതോടൊപ്പം തന്നെ അത് വേറെ പല യൂസും ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലൂബ്രിക്കൻസിനെ കുറിച്ചാണ്. ലൂബ്രിക്കൻസ് നമ്മൾ പ്രധാനമായിട്ട് എന്തിനാണ് എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ ലൂബ്രിക്കേഷൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ലെയ്ത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ഓയിൽ കൊടുത്തിട്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. വിത്ത് ദി മൂവ്മെൻറ്റ് ഓഫ് ദി ടു മേറ്റിംഗ് പാർട്സ് ഓഫ് ദി മെഷീൻ ഹീറ്റ് ഈസ് ജനറേറ്റഡ്. If it is not controlled, the temperature may rise, resulting the total damage of the mating parts. നമുക്ക് ചലിക്കുന്ന രണ്ട് വസ്തുക്കളുടെ ഇടയിൽ സ്വാഭാവികമായിട്ട് അവിടെ ചൂടുണ്ടാവും. ഈ ചൂട് ശരിക്കും കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ ചൂട് കൂടുകയും ആ മെഷീൻ പാർട്ട് തന്നെ ഡാമേജ് ആവുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു എൻജിൻ, ഇപ്പോൾ കാറായാലും ബൈക്കായാലും ഒക്കെ, അതിന് എൻജിൻ ഓയിൽ ശരിയായിട്ട് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ലാസ്റ്റ് ആ എൻജിൻ പൊട്ടിത്തെറിക്കാൻ വരെ കാരണമാകും ചൂട് കൂടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇതും. ദെർഫോർ എ ഫിലിം ഓഫ് കൂളിംഗ് മീഡിയം വിത്ത് ഹൈ വിസ്കോസിറ്റി ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ മേറ്റിംഗ് പാർട്സ് വിച്ച് ഈസ് നോൺ ആസ് ലൂബ്രിക്കൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു കൂളിംഗ് മീഡിയ ആയിട്ടും മെഷീൻ്റെ പാർട്ടുകളെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ വിസ്കോസിറ്റിയുള്ള, കൂടുതൽ കൊഴുപ്പ് കൂടിയ അല്ലെങ്കിൽ കൂടുതൽ കട്ടിയുള്ള ഓയിൽ ഇതിൻ്റെ ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. ഇതിനാണ് ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. A lubricant is a substance having an oily property available in the form of fluid, semi-fluid, solid state. അപ്പോൾ ഈ ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടൊരു ഓയിലി പ്രോപ്പർട്ടിയാണ്. നമ്മുടെ എണ്ണമയുള്ള ഓയിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായിട്ട് ഫ്ലൂയിഡ്, സെമി ഫ്ലൂയിഡ്, സോളിഡ് 3 രൂപത്തിൽ വരുന്നുണ്ട്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഓയിലായിട്ട് വരുന്നുണ്ട്. സെമി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീസ് പോലുള്ളതായിട്ട് വരുന്നുണ്ട്. അതുപോലെ സോളിഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ഒക്കെ സോളിഡ് ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് ദ മെഷീൻ, കീപ്പിംഗ് ദ വൈറ്റൽ പാർട്സ് ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ ആൻഡ് പ്രൊലോങ്ങിങ് ദ ലൈഫ് ഓഫ് ദി മെഷീൻ. ഇത് ഒരു മെഷീൻ്റെ ജീവരക്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ ഓരോ മെഷീൻ്റെ പാർട്ടിനെയും അത് വളരെ ലൈഫ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കറങ്ങുന്ന പാർട്ടിൻ്റെ ഇടയ്ക്ക് ലൂബ്രിക്കൻ്റ് കൊടുത്തില്ലെങ്കിൽ അത് കുറേ കഴിയുമ്പോൾ അത് തേയ്മാനം വന്ന് പെട്ടെന്ന് കേട് വന്നു പോകാൻ സാധ്യതയുണ്ട്. ഇറ്റ് സേവ്സ് ദ മെഷീൻ ആൻഡ് ഇറ്റ്സ് പാർട്സ് ഫ്രം കൊറോഷൻ, വിയർ ആൻഡ് ടിയർ ആൻഡ് മിനിമൈസ് ഫ്രിക്ഷൻ. ഇത് മെഷീനും അതിൻ്റെ ഭാഗങ്ങളൊക്കെ സേവ് ചെയ്യുന്നു. അതുപോലെ തേയ്മാനമൊക്കെ കുറയ്ക്കുന്നു, ഫ്രിക്ഷൻ കുറയ്ക്കുന്നു. പർപ്പസ് ഓഫ് യൂസിങ് ലൂബ്രിക്കൻ്റ്. ഒരു ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്ന പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, റെഡ്യൂസ് ഫ്രിക്ഷൻ കുറയ്ക്കുന്നു. പ്രിവെൻസ് വിയർ, തേയ്മാനം കുറയ്ക്കുന്നു. പ്രിവെൻസ് അഡഷൻ, ഒട്ടിപ്പിടിക്കുന്നത് തടയുന്നു. എയ്ഡ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ദ ലോഡ്, നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ അത് ഈക്വലായിട്ട് ലോഡ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കൂൾസ് ദ മൂവിങ് എലമെൻറ്റ്സ് തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പ്രിവെൻസ് കൊറോഷൻ, തുരുമ്പ് പിടിക്കുന്നത് തടയുന്നു. ഇംപ്രൂവ്സ് മെഷീൻ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ദി ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ പ്രധാനമായി പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വിസ്കോസിറ്റി. ഒരു ഓയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ കട്ടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണ്, അതിൻ്റെ കനം അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ്. ഇറ്റ് ഈസ് എ ഫ്ലൂയിഡിറ്റി ഓഫ് ആൻ ഓയിലിൻ്റെ ഒഴുകാനുള്ള കഴിവ്, ഫ്ലൂയിഡിറ്റി, ബൈ വിച്ച് ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ പ്രഷർ ഓർ ലോഡ് വിത്തൗട്ട് സ്ക്യൂസിങ് ഔട്ട് ഫ്രം ദ ബെയറിംഗ് സർഫസ്. ബെയറിംഗ് സർഫസിൽ വലിയൊരു ചൂട് വരുമ്പോൾ എന്ത് കാര്യത്തിനും അത് വിട്ടു പോരാത്തൊരവസ്ഥ. നമ്മൾ ഉദാഹരണമായിട്ട് റെസിസ്റ്റ് ദി ഫ്ലോ ഓഫ് ലിക്വിഡ് എന്നാണ് സാറിന് വിസ്കോസിറ്റിക്ക് പറയാറ്. ഒഴുകൽ തടയുന്നതിനുള്ള കഴിവ്. അപ്പോൾ ഗ്രീസിന് നമുക്ക് കൂടുതൽ ഒഴുകൽ തടയുന്നതിനുള്ള കഴിവുണ്ട്. എന്നാൽ ലൈറ്റായിട്ടുള്ള ഓയിലാണെങ്കിൽ പെട്ടെന്ന് പരക്കും. നമ്മൾ തറയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഓയിൽ എത്ര കണ്ട് പരക്കുന്നു.
അതാണ് നമ്മൾ വിസ്കോസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ കട്ടി കൂടിയ ഓയിലും കട്ടി കുറഞ്ഞ ഓയിലും, കട്ടി കൂടിയ ഓയിലിന് വിസ്കോസിറ്റി കൂടുതലായിരിക്കും, കട്ടി കുറഞ്ഞ ഓയിലിന് വിസ്കോസിറ്റി കുറവായിരിക്കും. നെക്സ്റ്റ് ഓയിൽനെസ്. ഓയിൽനെസ് റെഫേഴ്സ് ടു എ കോമ്പിനേഷൻ ഓഫ് വെറ്റബിലിറ്റി, സർഫസ് ടെൻഷൻ ആൻഡ് സ്ലിപ്പർനെസ്. ഓയിൽനെസ് പറയുന്നത് എന്താണ്? അതിന് വെറ്റബിലിറ്റി ഉണ്ട്, സർഫസ് ടെൻഷൻ ഉണ്ട്, സ്ലിപ്പർനെസ്, ഇതൊക്കെ ഉൾപ്പെടെയാണ് വരുന്നത്. നമുക്ക് എണ്ണമയം എന്ന് പറഞ്ഞ മാതിരി തന്നെ ഓയിൽനെസ് എന്ന് പറഞ്ഞത്. നനവ്, സർഫസ് ടെൻഷൻ ആൻഡ് സ്ലിപ്പർനെസ്. ദി കപ്പാസിറ്റി ഓഫ് ദി ഓയിൽ ടു ലീവ് ദ സ്കിൻ ഓൺ ദ മെറ്റൽ. ആ ഓയിൽ എത്ര കണ്ട് ആ മെറ്റൽ പറ്റി പിടിച്ചിട്ടുണ്ട്, അതാണ് ഓയിൽനെസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഫ്ലാഷ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ഫ്ലാഷ് പോയിൻ്റ്, ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ at which the vapor is given off from the oil, it decomposes under pressure soon. അപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയത്താണ് അത് ചൂടാകുമ്പോൾ വേപ്പറായിട്ട് വരുന്നത്, ഏത് ചൂടിലാണ്. ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി വേപ്പർ ഗിവൺ ഓഫ് ദ വേപ്പർ. നമ്മൾ ഒരു ഇത് കത്തുന്നതിന് മുമ്പായിട്ട് എത്ര കണ്ട് ചൂടാവുന്നുണ്ട്, അതിനാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുക. അത് തൊട്ടടുത്ത ഇതിൽ അത് ക്യാച്ച് ചെയ്യുന്നു ഫയർ. അപ്പോൾ അതിന് മുമ്പുള്ള ടെമ്പറേച്ചറിനാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് ഫയർ പോയിൻ്റ്. ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി ഓയിൽ കാച്ചസ് ഫയർ ആൻഡ് കണ്ടിന്യൂസ് ടു ബി എ ഫ്ലെയിം. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് അത് തീ പിടിക്കുന്നത്, ആ തീ കണ്ടിന്യൂസ് ആയിട്ട് വരും വേണം, അതിനാണ് നമ്മൾ ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്, തീ പിടിക്കുന്ന ടെമ്പറേച്ചർ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻ്റ് അടുത്തത് പോർ പോയിൻ്റ്. പോർ പോയിൻ്റ്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി ലൂബ്രിക്കൻ്റ് ഈസ് ഏബിൾ ടു ഫ്ലോ വെൻ പോർഡ്. ഒന്നൊന്നിലേക്ക് പകരാൻ കഴിയണം, പോർ ചെയ്യാൻ കഴിയണം. അപ്പോൾ ചില ഓയിലൊക്കെ പെട്ടെന്ന് ഒന്നൊന്നിലേക്ക് ഒഴിക്കാൻ പറ്റും, ചിലത് വളരെ കട്ടി കൂടിയാൽ വളരെ സാവധാനം ഒഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗ്രീസൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് ഒഴിക്കാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുക പോർ പോയിൻ്റ് എന്ന് പറയാം, ഒന്നൊന്നിലേക്ക് പകരാൻ കഴിയുന്ന ടെമ്പറേച്ചർ. എമൾസിഫിക്കേഷൻ ആൻഡ് ഡി എമൾസിബിലിറ്റി. Emulsification indicates the tendency of the oil to mix immediately with the water to form a less stable solution. ഇപ്പോൾ ചില ഓയിലൊക്കെ വാട്ടറിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ അതിനുള്ളതാണ് ഈ എമൾസിഫിക്കേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഓയിലിൽ മിക്സ് ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡി എമൾസിബിലിറ്റി ഇൻഡിക്കേറ്റ്സ് ദ റെഡിനെസ് വിത്ത് സബ്സീക്വൻറ്റ് സെപ്പറേഷൻ വില്ലൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാനും പറ്റണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂളൻസ് ആൻഡ് ലൂബ്രിക്കൻസ്. ഒരു ലെയ്ത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കൂളൻസിനെയും ലൂബ്രിക്കൻസിനെ കുറിച്ചായിരുന്നു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.